അപ്പോൾ പ്രിയപ്പെട്ടവരെ, മുബഷീർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവും PMCയും അടക്കം ചർച്ച ചെയ്യാനുള്ള UDF യോഗം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. എന്തേ വിളിക്കുന്നില്ല? നിയമസഭയിൽ ധനബില്ല് പാസാക്കുന്നതിന് മുൻപ് വിഷയം UDFിൽ ചർച്ച ചെയ്യണമായിരുന്നു. സമുദായ സംഘടനകളുടെ അഭിപ്രായം കൂടി പരിഗണിക്കേണ്ടതായിരുന്നുവെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ നീക്കത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും കടുത്ത അതൃപ്തിയുണ്ട്. മദ്യനികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് വെല്ലുവിളിയാണെന്നാണ് വിലയിരുത്തൽ. പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുക്കുന്നത് ശരിയല്ലെന്നും മുതിർന്ന നേതാക്കൾ പറയുന്നു. അതേസമയം വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ധനബില്ലിൽ ഉൾപ്പെടുത്തിയത് ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മുഖ്യമന്ത്രി ബക്കാർഡി കമ്പനിക്ക് കീഴടങ്ങിയെന്ന് P. രാജീവ് കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ പ്രശ്നം നികുതിയിൽ നൽകുന്ന ഇളവാണ്. നേരത്തെ വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിലും 100 രൂപ വരെയുള്ളതാണെങ്കിൽ കേരളത്തിൽ വിൽക്കണമെങ്കിൽ 305 റുപ്യയ്ക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ. 205% നികുതി കൊടുക്കണം. ഇപ്പോൾ അത് മാറി നേരെ 120 കുറച്ചിരിക്കുന്നു. അതിനകത്ത് ഇടതുപക്ഷം മറ്റൊരു തീരുമാനം എടുക്കാതിരുന്നത് ഉയർന്ന നികുതിക്ക് മാത്രം വിറ്റാൽ മതി എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഫിനാൻസ് ബില്ല് പാസ്സാക്കിയതിന് ശേഷം UDF ചേരുന്നതാണ്. അപ്പോൾ അദ്ദേഹം കരുതുന്നത് ചിലപ്പോൾ ഫിനാൻസ് ബില്ലിനകത്തൊരു ക്ലോസ് വയ്ക്കാം, സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ദ UDF. അങ്ങനെ പ്രൊവിഷൻ വയ്ക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ പറ്റും. അല്ലെങ്കിൽ ഫിനാൻസ് ബില്ല് പാസ്സാക്കിയ ലോ ഓഫ് ദ ലാൻഡാണ്. അതാണ് പിന്നീട് നികുതി. ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. അത്രമാത്രം ഒരു വിധേയത്വം ഈ കമ്പനിയുമായിട്ട് മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്നു. അത് മാറ്റാൻ ഒരു തരം UDFിനേക്കാളും പ്രധാനമാണ് ആ വിധേയത്വം. ഇതാണ് പ്രതിപക്ഷം ആയുധമാക്കാൻ പോകുന്നത്. UDFിനേക്കാൾ ബക്കാർഡി കമ്പനിയോട് മുഖ്യമന്ത്രിക്ക് എന്താണ് വിധേയത്വം എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. UDFിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മുസ്ലിം ലീഗിന് കടുത്ത അതിർത്തിയുണ്ട്. ധനബില്ല് 1-ാം തീയതിയാണ് നിയമസഭയിലേക്ക് എത്തുക. അതിനു മുമ്പ് ഇനി UDF വിളിക്കാനുള്ള സമയം വളരെ കുറവുമാണ്. കാര്യം 2-3 ദിവസമേ ഉള്ളൂ. അതിനു മുമ്പ് UDF വിളിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് ചിലപ്പോൾ ഒരു പക്ഷേ പരസ്യമായി ഒരു പ്രതികരണം നടത്തിയേക്കാം എന്നാണ് നമ്മൾ കരുതുന്നത്. മുബഷീർ P. അക്ബറും റോഷി പാലുമുണ്ട്. മുബഷീറിലേക്ക് ഒരിക്കൽ കൂടി. മുബഷീർ, മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സമസ്തയ്ക്കടക്കം ഈ വിഷയത്തിൽ എതിരഭിപ്രായം ഉണ്ടെന്നിരിക്കെ മുസ്ലിം ലീഗിനോട് പോലും ചോദിക്കാതെ, കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളോട് പോലും കൂടിയാലോചിക്കാതെ, മദ്യനയം എന്തെന്ന് പോലും അറിയാതെ ഈ ധനബില്ലിൽ ഈ മദ്യനയം ത്തിന്റെ ഭാഗമായി ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ധനബിൽ 1-ാം തീയതി പാസ്സാക്കുന്നതിന് മുമ്പ് UDF വിളിച്ചു ചേർക്കണമായിരുന്നു എന്ന് തന്നെയല്ലേ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്? അങ്ങനെ വിളിച്ചു ചേർക്കാതിരിക്കുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ടോ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്? മുബഷീർ. തീർച്ചയായും ഡോക്ടർ കുമാർ, മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം കടുത്ത അമർഷത്തിലാണ് ഈ വിഷയത്തിൽ. വിശേഷം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന UDFിനെ സംബന്ധിച്ച് നേരത്തെ പ്രചാരണ വേളയിൽ ഉൾപ്പെടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ വലിയ പ്രചാരണം നയിച്ചിരുന്നു, ക്യാമ്പയിൻ നയിച്ചിരുന്നു. ഭരണത്തിൽ വരികയാണെങ്കിൽ ഇത്തരം മാഫിയകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തൂഫാൻ പോലെയുള്ള ക്യാമ്പയിനുകളുമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ലഹരിക്കെതിരെ പോരാടുമ്പോൾ ഇത്തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കുന്നത് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള സംശയമുണ്ടാക്കും, അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. വിശേഷം വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകുന്ന ബജറ്റ് നിർദ്ദേശം അത് സമുദായ സംഘടനകൾ ഉൾപ്പെടെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു നിർദ്ദേശം തീരുമാനമെടുക്കുന്നതിന് മുൻപ് സമുദായ സംഘടനകളോട് ഉൾപ്പെടെ ചോദിക്കണമായിരുന്നു എന്നുള്ളതാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു തീരുമാനവും UDF എടുത്തിട്ടില്ല. മുസ്ലിം ലീഗിന്റെ തീരുമാനമല്ല, മറിച്ച് സർക്കാരിന്റെ ഭാഗമായി തന്നെയാണ് സംസാരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിന്റെ തീരുമാനങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിൽ നിന്ന് ഒരു വിഭാഗം ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിച്ചപ്പോൾ അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാകാം കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ UDF യോഗം ചേരണമെന്നൊരു അഭിപ്രായം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും UDFിന്റെ ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുൻപ് UDFിൽ ചർച്ച ചെയ്യാറുണ്ട്, നയങ്ങൾ സ്വീകരിക്കാറുണ്ട്, ചർച്ചകൾക്കനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് രൂപീകരിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തിയതിൽ വലിയ ഞെട്ടലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ സമുദായ സംഘടനകൾ AP സമസ്തയും EK സമസ്തയും ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അത് മദ്യനയത്തിൽ മാത്രമല്ല PM3യിലും വലിയ തിരിച്ചടിയുണ്ടാക്കുന്ന രീതിയിലേക്ക് തീരുമാനങ്ങൾ പോകരുതെന്ന മുന്നറിയിപ്പും സമുദായ സംഘടനകൾ നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ സമുദായ സംഘടനകളുടെ അഭിപ്രായം മാനിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം ഇക്കാര്യത്തിൽ വലിയ എതിർപ്പ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപേ UDF യോഗം വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. വിശേഷം
UDF-ന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെന്ന അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. നേരത്തെ KM ഷാജിയെ പോലെയുള്ള നേതാക്കളൊക്കെ തന്നെ മന്ത്രിയാകുന്നതിന് മുൻപ്, ജനപ്രതിനിധിയാകുന്നതിന് മുമ്പ് ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വന്നതിന് പിന്നാലെ പ്രത്യക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം പറഞ്ഞ് ലീഗിന്റെ നിലപാടായിട്ട് അത് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ലീഗിലെ വലിയൊരു വിഭാഗത്തിന് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുണ്ട്, അമർഷമുണ്ട്. ഒരു പക്ഷേ UDF യോഗം വിളിക്കാതെ അങ്ങനെ ഒരു ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ എതിർപ്പ്, അതൃപ്തി പരസ്യമായി തന്നെ ചില നേതാക്കൾ പ്രകടിപ്പിച്ചേക്കും. അതാണ്